ഗൈസ്, വെൽക്കം ബാക്ക് ടു ബാക്ക് മൈ എക്സാം വ്ളോഗ്സ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിരുന്ന് പഠിച്ചു. രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. നല്ല കോസി വൈബാണ്, ബട്ട് പഠിക്കണം, എക്സാമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കാര്യത്തിലൊന്നും കഴിക്കുന്നില്ല, 2 മുട്ടയെ കഴിക്കുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം കിച്ചണിൽ നിന്ന് തന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചതിന് ശേഷം ഞാൻ റൂമിലോട്ട് വന്നിട്ട് റൂമിൽ ഇരുന്നാണ് പഠിക്കാറ്. ഇത് ഹോസ്റ്റലിലുള്ളപ്പോൾ ഉള്ള ഒരു വ്ളോഗാണ്. അറിയാൻ പാടാത്തവർക്കായി പറയാം, ഞാൻ DLEDലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പഴംപൊരിയൊക്കെ കൊണ്ടുവന്ന് തന്നു രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതായത് രാവിലെ മോർണിംഗ് അത്ര ഫുഡൊന്നും കഴിക്കില്ല, ഉച്ചയ്ക്കാണ് നല്ല ഫുഡ് കഴിക്കുക. മിക്സഡ് റൈസ് ആണ് ഉണ്ടാക്കിയിരുന്നത്. അതാവുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. സോ മിക്സഡ് റൈസ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യല്ലോ. ചെറുതായിട്ട് പനി പിടിച്ചത് കൊണ്ടാണ് എൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത്. അത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. സോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മിക്സഡ് റൈസ് ഞാൻ ഉണ്ടാക്കി. ഞാൻ ഹോസ്റ്റലിൽ വന്നതിന് ശേഷമാണ് ഈ മിക്സഡ് റൈസ് ആയാലും ചില കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാറ്. വീട്ടിൽ അങ്ങനെ അധികം കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡിലൊക്കെ ഞാൻ ചിക്കൻ മസാല ഇടും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയാൽ പോലും എനിക്കതിൽ ചിക്കൻ മസാല ഇടാതൊരു സാധാരണ ഉണ്ടാവാറില്ല. അങ്ങനെ ഞാൻ ചിക്കൻ മസാലയൊക്കെ ഇട്ട് കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഇച്ചിരിയും കൂടെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അടച്ചു വെച്ച് വേവിക്കാൻ നിന്നില്ല, തുറന്നു വെച്ച് തന്നെ അത് വറ്റിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പഠിക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് DLED, അതായത് എൻ്റെ ടീച്ചിങ് കോഴ്സിൻ്റെ ലാസ്റ്റ് എക്സാംസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലിയൊരു ലോങ് വീഡിയോ പോലെ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഡിറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ജൂണിൽ എല്ലാവർക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സാം ആയിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ഒരു വീക്കായിരുന്നു ജൂൺ ഒരു ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. ഇത് ജൂൺ ഫസ്റ്റ് സെക്കൻഡ് വീക്കായിട്ടൊക്കെ ഉണ്ടായ എക്സാമിൻ്റെ വ്ളോഗാണ് ഞാനിപ്പോൾ ലാസ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. ക്ഷമിക്കുക ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തം ഞാൻ പഠിക്കുന്ന വ്ളോഗാണെന്ന്. ഫസ്റ്റത്തെ ആവേശത്തിന് മാത്രം ഇത്രയും ലോങ് ആയിട്ട് പഠിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് ഷോർട്ടായിട്ട് എന്തൊക്കെ നടന്നു എന്നുള്ളത് മാത്രം, സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയുക. നേരം ഇരുന്ന് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വിശപ്പിൻ്റെ അസ്കിത കൂടുതലായതുകൊണ്ട് തന്നെ വിശന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ സ്നാക്സ് ഒന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സവാള വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോസ്റ്റലിൽ ഈ സവാള വടയൊക്കെ കുക്ക് ചെയ്യുന്നത്. ആകെ ഞങ്ങൾക്ക് ഈ ഒരു ചീനച്ചട്ടിയേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ പൊടിയൊന്നും അതിന് പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഇതിൻ്റെ ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും, കാണാൻ ലുക്ക് വൈസ് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്, ബട്ട് ഞാനിങ്ങനെ എണ്ണ കുറച്ച് ഒഴിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജൂൺ 10 ഞങ്ങൾക്ക് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഹോസ്റ്റൽ വെക്കേറ്റിംഗ് വ്ളോഗും ക്ലീനിങ് വ്ളോഗും എല്ലാം കൂടെ കൂട്ടി ഞാൻ വേറൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ടൈം 12 മണി. എടുക്കുമ്പോൾ ഉറക്കം വരും, എടുത്ത് മാറ്റിയാൽ ഉറക്കം പോകും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജൂൺ 10 വെക്കേറ്റ് ചെയ്യും ഹോസ്റ്റലിൽ നിന്ന്. ഈ റൂം ഞാൻ നന്നായി മിസ് ചെയ്യും ഗൈസ്. നാളെ ഉച്ചയ്ക്കാണ് എക്സാം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ നാളെ ഉച്ചയ്ക്കാണ് എക്സാം. ഉച്ചയാകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നാളെ അധികം വീഡിയോസ് ചിലപ്പോഴേ ഞാൻ എടുക്കുള്ളൂ. സോ ഗൈസ്, ചിക്കൻ റോൾ ഫസ്റ്റ് ഡേ എക്സാം ആയതുകൊണ്ട് തന്നെ എൻ്റെ ടെൻഷൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നിട്ട് വന്ന വഴിക്ക് ഒരു ചിക്കൻ റോളും മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം രാത്രി പഠിക്കാനായിട്ടിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് എക്സാം ഉണ്ട്. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ റൂമിൻ്റെ ഓപ്പോസിറ്റ് നിറച്ച ആളുകൾ. എന്താന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു മലമ്പാമ്പിനെ കിട്ടിയെന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നു. നാട്ടിലുള്ള എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയ ശേഷം വീണ്ടും പഠിക്കാനിരുന്നു. ഇന്നലെ കിടന്നപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1 മണിയൊക്കെ കഴിഞ്ഞാൽ തോന്നുന്നു. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ എനിക്ക് തുമ്മലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അമൃതാഞ്ജനൊക്കെ തേച്ച് വീണ്ടും ഇരുന്ന് പഠിക്കാനായിട്ട് തുടങ്ങി. കാരണം ഉച്ചയ്ക്കാണ് എക്സാം ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് ഞാൻ ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്ന സ്കൂൾ തന്നെയായിരുന്നു. അതായത് LP UP ഇന്റേൺഷിപ്പ് 45 ഡേയ്സിന് എനിക്ക് ഉണ്ടായിരുന്നത്.
45+45 ഡേയ്സ് ഉണ്ടായിരുന്ന സ്കൂളിൽ തന്നെയാണ് എൻ്റെ എക്സാം സെൻറ്റർ. സോ അവിടെ ചെന്നപ്പോൾ തന്നെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജൂൺ 5 സ്പെഷ്യൽ അസംബ്ലി ആയിരുന്നു. പിന്നെ വന്ന വഴിക്ക് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടെ കടയിൽ കയറി എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി ഗൈസ്. ഹോസ്റ്റലിലെത്തി ഒരു ചായ ഇട്ട് കുടിച്ചു. വീഡിയോ ഒന്നും ആരും കാണൂല. ഒരു 12:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്വീറ്റ്സിന്റെ ക്രേവിങ്സ് എല്ലാവരും കൂടെ പറഞ്ഞ് ക്രേവിങ്സ് ആക്കിയതാണ്. സോ അങ്ങനെ ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തു. ഐസ്ക്രീം കേക്കാണ് ഓർഡർ ചെയ്തത്. ഇൻസ്റ്റാമാർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല. കേക്ക് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് നെഞ്ചിടിച്ചു. അതിന്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. വേറൊന്നുമല്ല, സൈസ് കുറച്ച് കുറഞ്ഞു പോയതുപോലെ ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഇതുപോലെ ഐസ്ക്രീം കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നല്ല സൂപ്പർ ആയിരുന്നു. ആ എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി. ഇതിന് മുമ്പ് മേടിച്ച കേക്കിന്റെ അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു. ക്രേവിങ്സ് അങ്ങനെ മാറി. നെക്സ്റ്റ് ഡേ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. മഴയുടെ സൗണ്ട് കേട്ടിട്ടാണ് എഴുന്നേറ്റത് തന്നെ. രാവിലെ തന്നെ മഴ കണ്ടതുകൊണ്ടും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ലാസ്റ്റ് എക്സാം എന്നുള്ളത് കൊണ്ടും മടി പിടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ഉച്ചാകാറായി എഴുന്നേറ്റപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പഠിക്കാനായിട്ടിരുന്നു. കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മടി എന്ന് പറയുന്ന ഒരു സാധനം കയറിയിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് എക്സാം ആയിരുന്നപ്പോൾ കണ്ടിന്യൂസ് ഇരുന്ന് പഠിച്ചിട്ട് അതിന്റെ ഒരു ക്ഷീണമൊക്കെ കൊണ്ട് അത്ര പ്രോപ്പറായിട്ട് ഈ 2 ദിവസം എനിക്ക് പഠിക്കാൻ പറ്റി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. രാത്രിയല്ലേ നമ്മൾ പഠിക്കാറ്. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഒരു ബോധോദയം ഉണ്ടായി. എപ്പോഴോ ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് അവിടെ ഒരു കിളീനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കിളിയൊക്കെ വന്നെന്നെ ജനലിട്ട് കൊട്ടിയാണ് എന്നെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ രാത്രിയൊക്കെ ആയപ്പോൾ മന്തി റൈസ് ഉണ്ടായിരുന്നു. മന്തി റൈസും ഇത്രയും കൂട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. കാരണം പഠിക്കാത്തത് കൊണ്ട് തന്നെ രാവിലെ എണീറ്റിരുന്ന് പഠിച്ചു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2 വർഷത്തെ യൂണിഫോം ഇടുന്ന ആ ഒരു ഇത് കഴിഞ്ഞു എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി യൂണിഫോം ഇട്ട കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം എക്സാമിന് ശേഷമുള്ള വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്ന ഒരു റിയാലിറ്റിയാണ്. എക്സാമിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. പിന്നെ സജ്മി, ഈ ഗ്യാങ് സംസാരിക്കുന്ന വേറൊന്നുമല്ല, സജ്മിയുടെ കല്യാണമാണ്. അപ്പോൾ സജ്മിയുടെ കല്യാണം വിളിക്കുന്നതാണ്. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇനി എപ്പോഴാണ് കാണുക എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ലാസ്റ്റ് എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തലയിലുള്ള ഒരു ന്യൂ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. കടയിൽ കയറിയതേ ഓർക്കുന്നുള്ളൂ. ഷാരു ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഡ്രസ്സ് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. പിന്നെ ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ റംബൂട്ടാനൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഇത്ര ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡും ഐസ്ക്രീമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താത്തയ്ക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റൽ വെക്കേറ്റിംഗ് വ്ലോഗ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.